കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ വിജയലക്ഷ്മിയാണ് ഫോൺ എടുത്തത് എന്നറിയാതെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ശാരിക. എൻ്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ടാണ് ഞാനിതൊക്കെ സാറിനോട് വിളിച്ചു പറയുന്നതെന്നും ശാരിക പറയുന്നു. നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടിയാണ് ശാലിനി IAS മോഹം പോലും മാറ്റിവെച്ച് വിഷ്ണുവേട്ടനെ കല്യാണം കഴിച്ചത്. അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് പിന്മാറാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുകയാണ് ശാരിക. മുൻപ് ഈ വിവാഹം എൻ്റെ ഒരു സ്വപ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വിവാഹം എനിക്കൊരു ബാധ്യതയാണെന്നും ശാരിക പറയുന്നു. ഇതൊക്കെ സാറിനോട് എനിക്ക് തുറന്നു പറയണമെന്ന് തോന്നി. തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഇനി ഈ വിഷയത്തിൽ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. തൽക്കാലം ഞാൻ ഫോൺ വെക്കുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ശാരിക. ഫോൺ വെച്ച ശേഷം വിജയലക്ഷ്മി പറയുകയാണ്, നിന്റെ മനസ്സിലെ ഭാരം ഒഴിഞ്ഞു അല്ലേ? നിന്റെയൊക്കെ മുതുകിൽ എത്രയൊക്കെ ഭാരമാണ് ഇനി കയറ്റാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. തുടർന്ന് രാജീവിൻ്റെ ഫോൺ അവിടെ വെച്ച ശേഷം തൻ്റെ ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കുകയാണ് വിജയലക്ഷ്മി. ഹലോ വിജയ ആൻറ്റി, നമസ്കാരമെന്ന് ശാലിനി പറയുമ്പോൾ ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മി പറയുകയാണ്, നമസ്കാരമൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ ഉടനെ ഒരുങ്ങി നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് വരണം, ഇപ്പോൾ തന്നെ. ഈ രാത്രിയിലോന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, ഇപ്പോൾ തന്നെ വരണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട് സംസാരിക്കാൻ എന്നും വിജയലക്ഷ്മി പറയുന്നു. വാടി വാ, ഈ വിജയലക്ഷ്മി ആരാണെന്ന് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് നിന്റെ കുടുംബം കലക്കുന്നതെന്നും എന്ന് പറയുകയാണ് വിജയലക്ഷ്മി. അന്നേരം ശാലിനി കരുതുകയാണ്, ദൈവമേ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഈ രാത്രി തന്നെ ചെല്ലണമെന്ന് പറഞ്ഞെങ്കിൽ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. സത്യാമ്മയോട് പറഞ്ഞിട്ട് പോകാം എന്ന് കരുതുന്നു ശാലിനി. സത്യഭാമയുടെ മുറിയിലേക്ക് ശാലിനി ചെല്ലുമ്പോൾ പൊന്നിയാണ് കാണുന്നത്. അച്ഛനോന്ന് തിരക്കുമ്പോൾ സാറ് ഗുളിക കഴിച്ച് നേരത്തെ കിടന്നുവെന്ന് പൊന്നി പറയുന്നു. അമ്മയോന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ പുറത്തുപോയി വിഷ്ണുവിനൊപ്പമാണ് പോയതെന്നും പറയുന്നു. പ്രീതിയും ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ശാലിനി ആലോചിച്ച് നിൽക്കുമ്പോൾ എന്താണ് കാര്യമെന്ന് പൊന്നി ചോദിക്കുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, എനിക്കിപ്പോൾ പുറത്തൊന്ന് പോകണമായിരുന്നു, പറഞ്ഞിട്ട് പോകാനായിട്ട് ഇവിടെ ആരുമില്ലല്ലോ, എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്, അമ്മ വരുമ്പോൾ പൊന്നിയൊന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് ശാലിനി. പക്ഷെ ശാലിനി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവും സത്യഭാമയും എത്തുകയാണ്. ഈ രാത്രി എവിടേക്കാണെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അത് എൻ്റെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു. എന്തത്യാവശ്യം ഈ അസമയത്ത് ആരോട് ചോദിച്ചിട്ടാണ് നീ ഈ വീട് വിട്ടിറങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് സത്യഭാമ പറയുന്നു. അതിനുശേഷം വിഷ്ണുവിനോടും ചോദിക്കുകയാണ്, കണ്ടില്ലേടാ നിന്റെ ഭാര്യയുടെ മഹിമ, കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണോ ഇതൊക്കെ? ഞാൻ ചോദിച്ചിട്ട് തന്നെയാണ് പോകാൻ തീരുമാനിച്ചത്, പക്ഷെ അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞു, വേറെ ആരെയും കണ്ടില്ല എന്ന് ശാലിനി പറയുന്നു. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, ആരെയും കണ്ടില്ല എന്ന് കരുതി തന്നിഷ്ടത്തിന് ഇറങ്ങി പോവുകയാണോ ചെയ്യേണ്ടത്? പെണ്ണുങ്ങൾക്ക് എവിടെയും കറങ്ങി നടക്കാമെന്നാണോ നിന്റെ അമ്മ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ശകാരിക്കുകയാണ് സത്യഭാമ. ഇത് സത്യഭാമയുടെ വീടാണ്, ആരെവിടെ എപ്പോൾ പോകണമെന്നൊക്കെ ഈ സത്യഭാമ തീരുമാനിക്കും. നിന്റെ തോന്നിയാസം ഇവിടെ നടക്കില്ല എന്നർത്ഥം എന്നും സത്യഭാമ പറയുന്നു. എന്താ ഇത്ര അത്യാവശ്യമെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അറിയില്ല, വീട്ടിലേക്ക് ചെല്ലാനായിട്ട് അമ്മ വിളിച്ചു പറഞ്ഞു, ചെന്നാലേ എന്ത് അത്യാവശ്യമാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. വിഷ്ണുവും പറയുകയാണ്, അല്ലമ്മേ, എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ ഈ സമയത്ത് ചെല്ലാൻ എങ്ങനെ പറയില്ലല്ലോ. അന്നേരം ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, ഈ രാത്രി ഒറ്റയ്ക്ക് ഇവളിവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നീ തന്നെ ഇവളെ കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്നാൽ മതി. അത് കേട്ട് സന്തോഷിക്കുകയാണ് ശാലിനി. വിഷ്ണു പറയുന്നു, ശരിയമ്മേ, അങ്ങനെ ചെയ്യാം, വാ ശാലിനി എന്നും പറഞ്ഞ് ശാലിനിയും കൂട്ടി പോവുകയാണ് വിഷ്ണു. വണ്ടിയിലിരുന്ന് വിഷ്ണുവിനോട് സങ്കടം പറയുകയാണ് ശാലിനി. ചോദിച്ചിട്ട് പോകാൻ തന്നെയാണ് ഞാൻ വന്നത്, പക്ഷെ അവിടെയെങ്ങും വന്നപ്പോൾ ആരെയും കണ്ടില്ല. എല്ലാം പഠിപ്പിച്ച് തന്നെയാണ് എന്നെ എൻ്റെ അമ്മ വളർത്തിയത്, അടക്കവും ഒതുക്കവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ചിരിച്ച് വിഷ്ണു പറയുകയാണ്, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അങ്ങനെയൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. സംസാരിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? കാര്യവും കാരണവും അറിയാതെ ആരുടെ നേരെയും ചാടിക്കടിക്കാൻ വന്നാൽ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാലിനി. ശാലിനിയുടെ സങ്കടം കണ്ട് വിഷ്ണു പറയുകയാണ്, ശാലിനി, എന്നോട് പറയാനുള്ളത് എന്നോട് പറയാം, അമ്മയോട് പറയാനുള്ളത് അമ്മയോടും. അന്നേരവും ശാലിനി ചിന്തിക്കുകയാണ്, എന്തിനായിരിക്കും ഈ സമയത്തിലേക്ക് വീട്ടിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞത്. തുടർന്ന് കാണിക്കുന്നത് ഗോപാലകൃഷ്ണനെയും കൊണ്ട് തിരികെ വീട്ടിലെത്തുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും. കാറ് നിർത്തിയ ഉടനെ പെട്ടെന്നങ്ങ് ഇറങ്ങിപ്പോകുന്നു രാജേശ്വരി. പിറകെ ചെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ചേച്ചി, അതിനകത്തൊരു സാധനം ഇരിപ്പുണ്ട്, അതിനെ എടുത്ത് അകത്ത് വയ്ക്കണ്ടേ? അയ്യോ, അത് മറന്നു എന്നും പറഞ്ഞ് കാറിൻ്റെ ഡോറ് തുറക്കുകയാണ് രാജേശ്വരി. ബാല, എന്നെ ഒന്ന് സഹായിക്കടാന്ന് അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നു. പയ്യെ ബാലചന്ദ്രൻ ഗോപാലകൃഷ്ണനെ പിടിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. നടക്കളിയാന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ
ഗോപാലകൃഷ്ണൻ പറയുകയാണ്, കാലിന് വയ്യാത്തതല്ലേ, ഒന്ന് പിടിച്ച് കയറ്റടാന്ന്. അന്നേരം ബലമായി പിടിച്ച് ഗോപാലകൃഷ്ണനെ അകത്തേക്ക് കയറ്റുന്നു ബാലചന്ദ്രൻ. പതുക്കെ പിടിയടാ, എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ഗോപാലകൃഷ്ണൻ. അളിയന്റെ തീറ്റ കുറയ്ക്കണം, മുടിഞ്ഞ ഭാരമാണെന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണനെ അകത്തേക്ക് കയറ്റുകയാണ് ബാലചന്ദ്രൻ. പക്ഷെ ഒന്നും സഹായിക്കാതെ നിൽക്കുകയാണ് രാജേശ്വരി. ഗോപാലകൃഷ്ണനെ കട്ടിൽ കൊണ്ടുവന്നിരുത്തുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ഒരാഴ്ച ഒബ്സർവേഷന് കിടക്കണമെന്നല്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ മതിയായിരുന്നോ? അതൊക്കെ കാശ് തട്ടാനുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽക്കാരുടെ അടവാണെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നു. വേദനയ്ക്കൊരു ആശ്വാസം വരുമായിരുന്നു എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, വേദനയ്ക്കെന്നും പറഞ്ഞ് അവർ പെയിൻ കില്ലറാണ് അടിച്ചു കയറ്റുന്നത്. അതൊക്കെ ഉള്ളിൽ ചെന്നാലേ കരളിനും കിഡ്നിക്കുമൊക്കെ തകരാറിലാവും. ഡെയിലി വാട്ടീസ് അടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കതൊക്കെ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണെന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണനെ പരിഹസിക്കുകയാണ് രാജേശ്വരി. അതിനുശേഷം ബാലചന്ദ്രൻ ഗോപാലകൃഷ്ണനെ കട്ടിലേക്ക് പിടിച്ചു വലിച്ച് കിടത്തുകയാണ്. ഗോപാലകൃഷ്ണൻ കിടന്ന് നിലവിളിക്കുന്നു. അന്നേരവും രാജേശ്വരി ഗോപാലകൃഷ്ണനെ വഴക്കു പറയുകയാണ്, എന്തിനാ മനുഷ്യ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? അയൽവക്കക്കാർക്കൊക്കെ കിടന്നുറങ്ങണ്ടേ? നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ആദ്യമായിട്ട് ആക്സിഡന്റ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് രാജേശ്വരി വഴക്കു പറയുന്നു. വേദനിക്കുന്നടി, വേദനിച്ചാൽ ആരായാലും നിലവിളിച്ചു പോകും. ഞാനും ഒരു മനുഷ്യനാണെന്ന് ഗോപാലകൃഷ്ണൻ സങ്കടത്തോടുകൂടി പറയുന്നു. ഒരു മനുഷ്യൻ കണ്ടാലും പറയും അടങ്ങി കിടക്കവിടെയെന്നും പറഞ്ഞ് വീണ്ടും പരിഹസിക്കുകയാണ് രാജേശ്വരി. കണ്ണടച്ച് ഉറങ്ങാൻ നോക്ക്, വേദന അറിയില്ല എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് രാജേശ്വരി. അന്നേരം ബാലചന്ദ്രൻ ഡോറടച്ച് ക്ലോസ് ചെയ്യുന്നു. പെട്ടെന്ന് ഗോപാലകൃഷ്ണന് ചുമ വരികയാണ്. വെള്ളം എന്നൊക്കെ ഗോപാലകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. ബാലചന്ദ്ര എന്നൊക്കെ ഉറക്കെ വിളിച്ചിട്ടും ആരും കേൾക്കുന്നില്ല. അതിനുശേഷം ഗോപാലകൃഷ്ണൻ പതിയെ എഴുന്നേറ്റിരുന്ന് ജഗ്ഗിലെ വെള്ളം ഒഴിച്ചു കുടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അതിൽ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുടിച്ച ശേഷം ഗോപാലകൃഷ്ണൻ പതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം രാജേശ്വരിയും ബാലചന്ദ്രനും കൂടി സംസാരിക്കുന്നത് ഗോപാലകൃഷ്ണൻ കേൾക്കുന്നു. ബാലചന്ദ്രൻ പറയുകയാണ്, എന്തിനാ ഇങ്ങനെ ഒരാഴ്ച ഒബ്സർവേഷനൊക്കെ? ആക്സിഡന്റായി ഇടിച്ച് ചപ്പാൻ പോകുന്ന വണ്ടിക്ക് നമ്മൾ വെറുതെ എന്തിനാ പെയിന്റ് അടിക്കുന്നത്? അതല്ലടാ, ഇതിങ്ങനെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നാൽ എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കണ്ടേ? അതൊന്നും സാരമില്ല ചേച്ചി, ബാത്റൂമിൽ പോകാനുള്ള ആരോഗ്യമുണ്ടല്ലോ. പിന്നെ ഒട്ടും വയ്യ എന്നുണ്ടെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കണമെന്നും ബാലചന്ദ്രൻ പറയുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം രാജേശ്വരി പറയുകയാണ്, ഹോം നേഴ്സിനെ വെക്കാനുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പണ്ട് എന്നെ കണ്ട് പൂതിയിളകി ശാരദയെയും മക്കളെയും ഉപേക്ഷിച്ച് എൻ്റെ പുറകെ പോന്നവരാണ് ആ മനുഷ്യൻ. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ചേച്ചി ഇത് എന്ത് ഭാവിച്ചാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അളിയനെ ഇപ്പോൾ ഒരു കാർ ഇടിച്ചു, പക്ഷേ അതിനു പകരം ഒരു പാണ്ടി ലോറിയാണ് ഇടിച്ചിരുന്നതെങ്കിലോ? ചേച്ചി അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അളിയനിപ്പോൾ പടമായിട്ട് ചുമരിൽ തൂങ്ങിയണേ. ചേച്ചിക്ക് കഴുത്തിൽ കിടക്കുന്ന താലിമാലയല്ലാതെ വേറൊന്നും കിട്ടാൻ പോകില്ലായിരുന്നോ? അതിനങ്ങേരുടെ സ്വത്ത് മുഴുവൻ ഇവിടെ കിടക്കുന്നില്ലേടാന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, പഴം. അളിയൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ അളിയൻ്റെ ഒരു സ്വത്തും ചേച്ചിക്ക് കിട്ടാൻ പോകുന്നില്ല. ശാരദയുമായിട്ടുള്ള ബന്ധം അളിയൻ ഇതുവരെ വേർപെടുത്തിയിട്ടില്ല. അപ്പോൾ ചേച്ചിയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു നിയമസാധ്യതയും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ കണ്ണീരും കൈയുമായിട്ട് ചേച്ചി ഇവിടുന്ന് കൂടും കുടുക്കയും എടുത്ത് സ്ഥലം വിടേണ്ടി വരും എന്നർത്ഥം. പിന്നെ കുടുംബശ്രീ ഹോട്ടൽ നിൽക്കുന്ന സ്ഥലമൊക്കെ അവരുടെ കയ്യിലാവും. അത് ഞാൻ പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം ഇല്ലല്ലോ. ബാലചന്ദ്രൻ്റെ ഈ സംസാരമൊക്കെ കേട്ട് ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് രാജേശ്വരി. ഇനി എന്ത് ചെയ്യുമെടാന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഇത്രയും കുബുദ്ധിയൊക്കെ തലയിലുണ്ടായിട്ടും നാളെ എന്ത് ചെയ്യുമെന്ന് ചേച്ചി ഇതുവരെ ആലോചിച്ചിട്ടില്ല. അന്നേരം രാജേശ്വരി പറയുകയാണ്, നീ മനുഷ്യനെ കൂടുതൽ ആദി കയറ്റാതെ ഇതെല്ലാം എനിക്ക് കിട്ടാനുള്ള വഴി എന്താണെന്ന് പറയ്. വഴി ഒന്നേയുള്ളൂ, എങ്ങനെയും പ്രേമം നടിച്ച് പറ്റിക്കൂടി നിന്നിട്ട് ഓരോന്നോരോന്നായി എഴുതി വാങ്ങിക്കുക. അതുമാത്രമേ ഇപ്പോൾ വഴിയുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നു. അത് കഴിഞ്ഞ് അളിയൻ എന്ത് സംഭവിച്ചാലും നമുക്കൊന്നുമില്ല, നമ്മൾ സേഫാകുമെന്ന് ബാലചന്ദ്രൻ പറയുന്നു. ഇവരുടെ സംസാരമൊക്കെ കേട്ട് വാതിൽക്കൽ തന്നെ വിഷമിച്ചു നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഇതൊക്കെ കേട്ട ഗോപാലകൃഷ്ണൻ വെള്ളമെടുക്കാൻ പോകാതെ വാതിലടച്ച് തിരികെ അകത്തേക്ക് തന്നെ കയറുകയാണ്. എന്നിട്ട് ശാരദാമ്മയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു നിൽക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ശാരിക ചിന്തിക്കുകയാണ്, ഞാൻ അത്രയൊക്കെ വിഷമിച്ചു പറഞ്ഞിട്ടും രാജീവ് സാർ എന്താ ഒരു മറുപടി പോലും തിരിച്ചു പറയാതിരുന്നത്? ഇനി അമ്മയെപ്പോലെ സാറിനും സ്വർണത്തിനോട് അത്യാർത്തിയൊക്കെ കാണുമോ? അന്നേരം ശ്യാമ വന്ന് പറയുകയാണ്, ചേച്ചി ഇവിടെ വന്നിരിക്കുകയാണോ? അമ്മ പറഞ്ഞു കഴിക്കാൻ വരാം. അന്നേരം രണ്ടുപേരും അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വിജയലക്ഷ്മി കാറിൽ അവിടെ എത്തുകയാണ്. വിജയലക്ഷ്മിയെ കണ്ട് ആകെ പേടിച്ച് ശാരിക കരുതുകയാണ്, എൻ്റെ ദേവി, വിജയ ആൻറ്റി ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വരുന്നത്?
അതേസമയം ശാരദാമ്മ ചോദിക്കുകയാണ്, വിജയലക്ഷ്മി എന്താ ഈ നേരത്ത്? അന്നേരം ദേഷ്യപ്പെട്ട് ശാരികയെ ഒന്ന് നോക്കിയിട്ട് വിജയലക്ഷ്മി പറയുകയാണ്, ഈ നേരത്ത് വന്നാൽ എന്താ, അകത്തേക്ക് എനിക്ക് പ്രവേശനമില്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല, വന്നാട്ടെ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അകത്തേക്ക് ക്ഷണിക്കുകയാണ് ശാരദാമ്മ. വിജയലക്ഷ്മിയുടെ ഭാവമൊക്കെ കണ്ട് ശാരിക കരുതുകയാണ്, ദൈവമേ, ഉറപ്പായിട്ടും ഇവരെന്തോ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നതെന്ന് തോന്നുന്നു. വന്ന കാര്യം പറഞ്ഞില്ല എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, ശാലിനി കൂടി വന്നോട്ടെ. അന്നേരം ശാലിനിയോ എന്ന് ശാരിക ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, അതെ ശാലിനി തന്നെ, അവൾ കൂടി വന്നിട്ട് ബാക്കി സംസാരിക്കാം. അതിനു മാത്രം പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, ധൃതി വെക്കാതെ ശാരദാമ്മേ, അവളിപ്പോൾ എത്തുമല്ലോ, എന്നിട്ട് പറയാം. അതേസമയം വിഷ്ണുവിൻ്റെ വണ്ടി അവിടേക്ക് എത്തുകയാണ്. വണ്ടി നിർത്തി എന്താ ശാലിനി പ്രശ്നമെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അറിയില്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാം, ഇയാൾ ഇവിടെ തന്നെ നിന്നാൽ മതി, അകത്തേക്ക് വരണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ശാലിനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. വിഷ്ണുവും ഇറങ്ങി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്